എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. കർത്താവിൽ ബലപ്പെടാൻ നമുക്ക് തരുന്ന ഓരോ ദിനങ്ങൾക്കായിട്ട് നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾ പോകുന്നിടത്തെല്ലാം നിങ്ങൾ ജയം കാണട്ടെ, അത്ഭുതങ്ങൾ കാണട്ടെ, നിങ്ങൾ തൊടുന്നതെല്ലാം വിടുതലാകട്ടെ. പരിശുദ്ധാത്മാവ് സകല സത്യത്തിൽ നിങ്ങളെ വഴി നടത്തട്ടെ. ഒരു കോട്ട് ഞാൻ വായിക്കട്ടെ. If you want to make the wrong decision, ask everyone. അതായത് നിങ്ങളൊരു തെറ്റായ തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലാവരോടും ചോദിക്കുക, ഞാൻ എന്ത് ചെയ്യണം. അത് തെറ്റായ ഒരു തീരുമാനത്തിൽ നിങ്ങളെ കൊണ്ടുവരും. എല്ലാവരോടും ചോദിക്കുമ്പോൾ എല്ലാവരും അവരവരുടെ അഭിപ്രായം പറയുമ്പോൾ അതൊരു തെറ്റായ തീരുമാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങൾക്കൊരു ശരിയായ തീരുമാനമെടുക്കാൻ എല്ലാവരോടും ചോദിക്കരുത്. അബ്രഹാമിനെ ദൈവം വിളിച്ചു. അവൻ ദൈവ ശബ്ദം കേട്ടായി ഇറങ്ങിയത്. അവന് ദൈവം വർഷങ്ങൾക്ക് ശേഷം ഒരു തലമുറയെ കൊടുത്തു. 25 വർഷത്തിന് ശേഷം ദൈവം പറഞ്ഞത് അവനിൽ നടന്നു. വീണ്ടും അവൻ്റെ തലമുറയ്ക്കൊരു 13ഓളം വയസ്സ് ഒക്കെ ആയപ്പോൾ, ചരിത്രം ചിലർ പറയുന്നു 19 വയസ്സായെന്ന് ഇസഹാക്കിനെ. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ എനിക്ക് വേണ്ടി യാഗം കഴിക്കുക. അവൻ ആരോടും ആലോചന ചോദിച്ചില്ല. എന്തിന്? തൻ്റെ ഒപ്പം കട്ടിലേക്ക് കിടക്കുന്ന സാറയോട് ചോദിച്ചിരുന്നെങ്കിൽ എല്ലാം തകിടം മറിയുമായിരുന്നു. അബ്രഹാമിന് രക്ഷപ്പെടാമായിരുന്നു. നീ എനിക്ക് കൂട്ടായി തന്ന ഈ പെണ്ണ് സമ്മതിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞ് അബ്രഹാമിനെ തടിതപ്പാമായിരുന്നു. എന്നാൽ അവൻ ആദ്യകാലത്തെ എഴുന്നേറ്റ് വിറക് കീറി യാഗത്തിന് വേണ്ടി വിറകും കത്തിയും തീയുമായിട്ട് പുറപ്പെട്ടു. മകനുമായിട്ട് പുറപ്പെട്ടു, ബാല്യക്കാരുമായിട്ട് പുറപ്പെട്ടു. അവൻ ആരോടും അത് പറഞ്ഞില്ല. കൂടെ ഇറങ്ങിത്തിരിച്ച് ബാല്യക്കാരോട് പറഞ്ഞു, 3-ാം ദിവസം നിങ്ങൾ ഈ കഴുതയുമായിട്ട് ഇവിടെ ഇരുന്നോ, ഞാൻ പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. അവിടെയും പറയുന്നില്ല. ബാല്യക്കാരോട് പറഞ്ഞെങ്കിൽ അവർ ഉടനെ ഓടിച്ചെന്ന് സാറയോട് പറയും, അല്ലെങ്കിൽ ബാല്യക്കാർ ഓടി വന്ന് അബ്രഹാമിനെ തടയും, പറ്റില്ലെന്ന് പറയും. ആരോട് തീരുമാനം ചോദിച്ചില്ല. ഉൽപ്പത്തി പുസ്തകം 22 ഭയങ്കരമായൊരു ചരിത്രം. അബ്രഹാം വെറുതെയല്ല വിശ്വാസികളുടെ പിതാവായത്. ഒരു കുഞ്ഞ് ജനിച്ചതോടെ 100-ാം വയസ്സിലൊരു കുഞ്ഞ് ജനിച്ചപ്പോഴല്ല അവൻ വിശ്വാസികളുടെ പിതാവായത്. അവന് ജനിച്ച മകനെ പോലും ദൈവത്തിന് കൊടുക്കാൻ അതുപോലെ ദൈവത്തെ വിശ്വസിച്ചു. ദൈവം തരുന്നവനുമാണ്. ദൈവത്തിന് തിരിച്ചു കൊടുത്താൽ ആ യാഗമാക്കിയ തീയിൽ നിന്ന് വീണ്ടും എൻ്റെ മകനെ എഴുന്നേൽപ്പിക്കാൻ ദൈവശക്തൻ. അതാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവനുമായ ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. ഇല്ലാത്തതിനെ വിളിച്ചു വരുത്തും, ചാരത്തിൽ നിന്ന്. അപ്പോൾ എബ്രായലേഖനം 11-ാം അധ്യായത്തിൽ പറയുന്നു, വിശ്വാസത്താൽ അബ്രഹാം മകനെ യാഗം അർപ്പിച്ചു എന്നാണ്. വാസ്തവത്തിൽ യാഗം അർപ്പിച്ചോ? ഇല്ല. കത്തിയെടുത്തപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, അബ്രഹാമേ, ബാലന്റെ മേൽ കൈവെക്കരുത്. നിന്റെ മകനെ, സ്വന്തം മകനെ പോലും തരാൻ മടിക്കായകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അതാണ് ദൈവശബ്ദം. അബ്രഹാം ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെട്ടു, വിശ്വാസികളുടെ പിതാവായി. ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ അവൻ അഭിവൃദ്ധിപ്പെട്ടു. ആ കുടുംബത്തിൽ മശിക എന്ന അനുഗ്രഹത്തിൻ്റെ സമ്പൂർണത വന്ന് പിറന്നു. സഭ അവനിൽ നിന്ന് പുറത്തു വന്നു. കാരണം വിശ്വാസത്തിന് വേണ്ടി ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ഇന്ന് പലരും സ്നാനപ്പെടാത്തത്, പലരും ചർച്ചിൽ വരാത്തത്, പലരോടും അഭിപ്രായം ചോദിച്ചത് കൊണ്ടാണ്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, ദൈവശബ്ദത്തിൻ്റെ കാര്യത്തിൽ നീ ആരോടും അഭിപ്രായം ചോദിക്കില്ലെങ്കിൽ നീ ഐശ്വര്യമായി അനുഗ്രഹിക്കപ്പെടും. ഈ സന്ദേശം നിങ്ങൾ ഒത്തിരി പേർക്ക് കൈമാറണം. നമുക്ക്
റോമാലേഖനത്തിലേക്ക് 9-ാം അധ്യായത്തിലേക്ക് വരാം. ഇന്നലെ നമ്മൾ 31-ാം വാക്യം വായിച്ചു. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിലെത്തിയില്ല. 30-ാം വാക്യം എന്താണ്? ആകയാൽ നാം എന്ത് പറയേണ്ടു? നീതിയെ പിന്തുടരാത്ത ജാതികൾ നീതി പ്രാപിച്ചു. വിശ്വാസത്താലുള്ള നീതി. എന്താ? അതൊരു വാഗ്ദത്തമാണ്. എൻ്റെ ജനമല്ലാത്തവരെ ഞാൻ ജനമെന്നും, എനിക്ക് പ്രിയ അല്ലാത്തവളെ ഞാൻ പ്രിയ എന്നും വിളിക്കും, മക്കളാക്കി മാറ്റും എന്ന് പറഞ്ഞ വാക്ക്. ആകാശവും ഭൂമിയും മാറിയാലും കർത്താവിൻ്റെ വാക്ക് മാറില്ല. മാറ്റി പറയാൻ അവൻ മനുഷ്യനല്ലെന്ന്, വ്യാജം പറയുവാൻ അവൻ മനുഷ്യപുത്രനല്ലെന്ന്, വാക്കു പറഞ്ഞാൽ പാലിക്കുന്നവൻ, പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നവൻ. വരുമെന്ന് പറഞ്ഞപ്പോൾ വന്നു, വരുമെന്ന് പറഞ്ഞു, വീണ്ടും വരും. വന്നുപോയി എന്നൊക്കെ പഠിപ്പിക്കുന്നവര് പഠിപ്പിക്കട്ടെ. വരുമെന്ന് പറഞ്ഞാൽ ആകാശമേഘങ്ങളെ വാഹനമാക്കി തന്നെ വരും. എല്ലാ കണ്ണുകളും കാണും എന്നതുപോലത്തെ ഒരു സംഭവം ഉണ്ടാകും. ലോകമുണ്ടായിട്ട് ഇന്ന് വരെ നടക്കാത്ത പോലെ കാര്യം നടക്കും. എല്ലാ ഈറ്റുനോവിൻ്റെ ആരംഭം ഇപ്പോൾ കാണുന്നുണ്ട്. അത്തി തളിർക്കുന്നുണ്ട്. അത് വേനലടുത്തു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഇതെല്ലാം കാണുമ്പോൾ ഞാൻ വാതുക്കല. യേശു പറഞ്ഞതിന് ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റമില്ല, വരില്ല. പറഞ്ഞാൽ പറഞ്ഞതാണ്. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് പറഞ്ഞോ, അതങ്ങനെ തന്നെയാണ്. നിങ്ങൾ എവിടെ പോയാലും കർത്താവ് കൂടെയുണ്ട്. കർത്താവിന് വേണ്ടി ഇറങ്ങിയ നീ എവിടെ പോയാലും ഇനി മുതൽ ഒറ്റയ്ക്കല്ല. നിനക്കിനി ഒറ്റയ്ക്കാകാൻ കഴിയില്ല. ഒന്നുകൂടി പറഞ്ഞാൽ, രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, സ്നാനപ്പെട്ട് യേശുവിനോട് ചേർന്ന ദൈവ പൈതലാണ്. അങ്ങനെ യേശുവിനോട് ചേർന്ന വ്യക്തി യേശുവിൻ്റെതാണ്. പട്ടാളത്തിൽ ചേർന്ന ഒരു വ്യക്തിയെ അവധിക്ക് വരുമ്പോൾ പോലീസ് ഒന്ന് ഉന്തി തള്ളി, ഇത്രയേ ഉള്ളൂ. പിന്നെ പട്ടാളം മൊത്തം ആ ദേശത്ത് കിടന്ന് കറങ്ങുന്നത് കാണാം. കാരണം ഒരു പട്ടാളക്കാരനെ ഒന്ന് തൊട്ടതാ. പട്ടാളത്തിൽ ചേർന്നാൽ പിന്നീട് ആ വ്യക്തി ഗവൺമെന്റിന്റെ പ്രത്യേക, ഈ രാജ്യത്തിന്റെ വിലയേറിയ മുത്താണ്. അത്യാവശ്യം സ്മോളൊക്കെ അടിക്കും, സിഗരറ്റൊക്കെ വലിക്കും, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും അവൻ രാജ്യത്തിന്റെ പ്രത്യേക സമ്പത്താണ്. യേശുവിനോട് ചേർന്നവർ എന്താ സമ്പത്തല്ലേ? ദൈവരാജ്യത്തിലായവർ, ദൈവരാജ്യമായവർ, മഹാ പൗരോഹിത്യത്തിലേക്ക് വന്നവർ, രാജകീയ പുരോഹിത വർഗം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, വിലയില്ലാത്തവരോ? ഇന്ന് ഭൂമിയിൽ ഏറ്റവും വിലയേറിയതായി ദൈവം കാണുന്നത് വീണ്ടും ജനിച്ചവരുടെ കൂട്ടമാണ്. എല്ലാറ്റിനെ എല്ലാം നിറക്കുന്ന നിറവാണ് സഭ. ഏറ്റവും മൂല്യമുള്ള, ഇന്ന് ഭൂമിയിൽ കാണുന്ന സകലർക്കും എല്ലാ കൃപകളും കൊടുക്കുവാൻ പറ്റിയവർ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, ഞാൻ വന്നിട്ട് വേണം നിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കാൻ. എൻ്റെ കൈവെപ്പിനാൽ, സഭ കൈവച്ചാൽ കൃപാവരങ്ങൾ ജ്വലിക്കും. സഭയുടെ മേലുള്ള ഒരു വസ്ത്രം തൊട്ടാൽ ഭൂതങ്ങൾ വിട്ടുമാറും. സഭ ഒരു വാക്ക് പറഞ്ഞാൽ ബന്ധനങ്ങൾ അഴിയും, ശാപങ്ങൾ പൊട്ടും. എല്ലാ സഭയുടെ അധികാരത്തിൻ്റെ കീഴെയാണ്. ആ സഭ ഇന്ന് ഭൂമിയിലുണ്ട്. ആ സഭയാണ് ഞാനും, ഇത് കേൾക്കുന്ന രക്ഷിക്കപ്പെട്ട നിങ്ങളും. നാം നമ്മുടെ ഐഡന്റിറ്റി തിരിച്ചറിയണം. ക്രിസ്തുവിൽ നമ്മൾ ശ്രേഷ്ഠരാണ്, ശക്തരാണ്, സമ്പൂർണരാണ്. ബലഹീനതയൊക്കെ ഉണ്ടോ? ഉണ്ടെന്നേ. കുറ്റം പറയാൻ ആവശ്യത്തിനുണ്ട്. എങ്കിലും ദൈവം അതൊന്നും കണക്കിടുന്നില്ല. അറിവില്ലായ്മയുടെ കാലങ്ങളെ കണക്കിടുന്നില്ല. കുറ്റങ്ങളൊക്കെ മാറും. ശീമോൻ പത്രോസ് ആകുന്നത് പോലെ കുറവുകളോടുകൂടി ഒരുവൻ നമ്മെ തെരഞ്ഞെടുത്തു. ഒറ്റ കാര്യം നമ്മൾ ചെയ്തു. ആ കാരണമാണ് എന്താ? നമ്മൾ വിശ്വസിച്ചു. എന്നാൽ നമ്മൾ വായിച്ചു, നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലോ ആ പ്രമാണത്തിൽ എത്തിയില്ല. വിശ്വാസത്താലല്ല, പ്രവർത്തികളാൽ അവരത് അന്വേഷിച്ചു. അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറിപ്പോയി. എന്നാൽ ജാതികൾ വിശ്വാസത്താൽ അത് സ്വീകരിച്ചു. അവർ നിലനിൽക്കുന്നു. ആഴെ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യരായി ജാതികൾ തീർന്നു. എന്നാൽ പ്രമാണങ്ങളിലൂടെ, കുറെ കൽപ്പനകളിലൂടെ ദൈവമുഖം അന്വേഷിക്കാൻ നോക്കി.
അത് ചെയ്യണം, ഇത് ചെയ്യണം, മറ്റേത് ചെയ്യണം, ഇത് ചെയ്തില്ലെങ്കിൽ പോക്കാണ്. അതൊന്നുമല്ല, വെറും വിശ്വാസം. വെറും വിശ്വാസം മാത്രം മതിയോ? മതി. എന്നാൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയുണ്ട്, വിശ്വാസത്തിൻ്റെ വാക്കുണ്ട്. അത് വേണം. അല്ലാതെ അക്ഷരത്തിൽ വരുന്നവരല്ല, ആത്മാവിൻ്റെ ആലോചനയിൽ പോകുന്നവർ. അതാണ് വിശ്വാസത്താൽ മുന്നോട്ട് പോകുന്നവർ. അവർ പരിശുദ്ധാത്മാവിനെ നയിക്കുന്നു. ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയതുപോലെയും, ഫിലിപ്പോസിനെ മരുഭൂമിയിലേക്ക് നയിച്ചതുപോലെയും, അനന്യാസിനെ ശൗലിരിക്കുന്ന വീട്ടിലേക്ക്, തർസൂസുകാരനായ ശൗലിൻ്റെ പാർപ്പിടത്തിലേക്ക് വിട്ടതുപോലെ നയിക്കുന്ന ശിമയോൻ ആത്മനിയോഗത്തിൽ ആലയത്തിൽ ചെന്നതുപോലെ ആത്മാവ് നയിക്കുന്ന ഒരു ജീവിതമുണ്ട്. അത് സകല സത്യത്തിലേക്ക് മുന്നോട്ട് പോകും. എവിടെ ചെന്നാലും, ജോലി തേടി ഒരു രാജ്യത്ത് ചെന്നാൽ ശരിയായ ചർച്ചിലെത്തും, ശരിയായ വാടക വീട് കിട്ടും, ശരിയായ ബന്ധങ്ങളുണ്ടാകും, ശരിയായ ഓഫീസിൽ, ശരിയായ പൊസിഷനിൽ എല്ലാം പോയി കണക്റ്റ് ആകും. കാരണം രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് ശരിയല്ലാത്തിടത്ത് പോയി തീരാൻ കഴിയില്ല. ആ വ്യക്തി ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായതുകൊണ്ട് ഒരബദ്ധത്തിൽ പോയി ചാടില്ല. ആരംഭത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള വ്യക്തി എല്ലാവരുടെ അഭിപ്രായം ചോദിക്കില്ല, ഞാനത് ചെയ്യണോ വേണ്ട. ബോവസിൻ്റെ വയലിൽ രൂത്ത് കാലുകുത്തിയതുപോലെ ആയിരിക്കും വിശ്വസിക്കുന്ന വ്യക്തി. എവിടെ ചെന്നാലും ആ വ്യക്തിക്ക് വരുന്ന എല്ലാ പ്രതിബന്ധങ്ങളും പിന്നത്തേതിൽ അനുഗ്രഹമാണ്. അവൻ എവിടെ ചെന്നാലും. കഴിഞ്ഞിടക്ക് ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എനിക്കൊരു വലിയ അബദ്ധം പറ്റിയത് ഞാൻ നിങ്ങളോട് ഒന്നുകൂടി സാക്ഷ്യമായി പറയാം. ഞാൻ ഒരിക്കൽ പൊതുവായി പറഞ്ഞതാണ് ഒരു സൺഡേ, എങ്കിലും നിങ്ങളോട് പറയാം. ഞാൻ അമേരിക്കയിൽ നിന്ന് വരുമ്പോൾ എമിറേറ്റ്സ് വിമാനത്തിലാണ് വരുന്നത്. ദുബായ് വഴിയാണ് വരുന്നത്. ദുബായിൽ ഇറങ്ങി അധികം സമയമില്ല, ആകെ 20 മിനിറ്റേ ഉള്ളൂ. അമേരിക്കയിൽ നിന്ന് വന്ന വിമാനം വൈകി 1 മണിക്കൂർ ഗ്യാപ്പുണ്ടായി, അത് ചുരുങ്ങി 20 മിനിറ്റ്. പല ടെർമിനലുകൾ കടന്ന് ടെർമിനൽ 3-ൽ ഞാൻ എത്തണം. ഓടി ഓടി ലിഫ്റ്റുകളിൽ മാറി മാറി കയറി ഞാൻ ഓടുന്ന വഴിക്ക് അതിനിടക്ക് സ്കാനിങ്ങിൽ എല്ലാ എൻ്റെ കയ്യിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം വെച്ച കൂട്ടത്തിൽ എല്ലാം വെച്ചു, സ്കാൻ ചെയ്തു. അതിനുശേഷം ഞാനെല്ലാം എടുത്ത് ബാഗിലാക്കി ഓടി എൻ്റെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ടെർമിനൽ 3-ലെ എൻ്റെ ഗേറ്റിനടുത്ത് ഒരു കണക്കിന് ഓടി ഓടി എത്തിയത്, കയ്യിലെ പെട്ടിയും പിടിച്ച്. അവിടെ എത്തിയപ്പോഴാണ് ഓർക്കുന്നത് എൻ്റെ മൊബൈൽ നഷ്ടപ്പെട്ടു. സ്കാനിങ്ങിൽ ഞാനത് എടുക്കാൻ മറന്നു. എന്തു ചെയ്യും, എന്തു ചെയ്യണമെന്നറിയില്ല. വിമാനം വിട്ടുപോകും. കഴിഞ്ഞ മാസം നടന്നതാണ്. എന്തു ചെയ്യും? പ്രയോറിറ്റി എന്താണെന്ന് ആലോചിച്ചു. മൊബൈലാണ്. അക്കൗണ്ടും ഡീറ്റെയിൽസ് എല്ലാം കിടക്കുന്നത് അതിനകത്താണ്. അത് കൈവിട്ട് പോകരുത്. വിമാനം വേണമെങ്കിൽ പോകട്ടെ. അതിനെ 2ാം സ്ഥാനത്തേക്ക് തള്ളി തിരിച്ചോടി. എവിടെ ചെല്ലണമെന്നറിയില്ല, എവിടെ നിന്നാ വന്നതെന്നറിയില്ല. ആദ്യം കണ്ട ഒരു സ്കാനിങ് ഏരിയ ഉണ്ട്, അതേതോ രാജ്യക്കാർക്ക് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഞാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മൊബൈൽ ഇങ്ങനെ നഷ്ടപ്പെട്ടു, ഞാൻ അമേരിക്കയിൽ നിന്ന് വരികയാണ്, ന്യൂയോർക്ക് വഴിയാണ് വരുന്നത്. ആ ഒരു മൈൻഡ് പോലും ചെയ്തില്ല അറബികൾ. ഞാനവിടെ വിഷമിച്ച് നിന്നു. ഞാൻ പ്രാർത്ഥിച്ചു എന്നും പറയാൻ പറ്റില്ല, ഷോക്കായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നൊരു അറബി അദ്ദേഹത്തിൻ്റെ മൊബൈലെടുത്ത് എൻ്റെ തന്നിട്ട് നിൻ്റെ നഷ്ടപ്പെട്ട നമ്പറിലൊന്ന് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു തരത്തില്ല. അദ്ദേഹം 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ, അപ്പോഴേക്കും ഫ്ലൈറ്റ് പോയി കാണണം എന്ന് ഞാൻ ചിന്തിച്ചു. വെറുതെ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ ഗേറ്റിൻ്റെ അടുത്തുനിന്ന് തിരിച്ചോടി തന്നെ ഞാനൊരു 10 മിനിറ്റ് എടുത്തു ഇവിടെ വരാൻ. പിന്നെ 10 മിനിറ്റ് ഞാൻ വെറുതെ അവരുടെ മുമ്പിൽ നിന്നു. എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈലിൽ അദ്ദേഹം എനിക്ക് തന്നിട്ട് ഞാൻ ബെല്ലടിച്ചപ്പോൾ ബെല്ലടിക്കുന്നുണ്ട്. ഉടനെ അറബി അത് മേടിച്ചിട്ട് അപ്പുറത്തെ ആളോട് പറഞ്ഞു, ഇതെവിടെയാണ്, എത്രാമത്തെ നമ്പറിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊടുത്തു. ഒരറബിയെ കൂട്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ പറഞ്ഞു. അറബി എൻ്റെ ഒപ്പം ഓടുകയാണ്. അങ്ങനെ ഒരു ചരിത്രം ദുബായിലില്ല. ഒരു കിലോ സ്വർണം നഷ്ടപ്പെട്ടാലും അവരതുപോലെയൊന്നും ചെയ്യില്ല. ഒരു കൊച്ചു മൊബൈലിന് വേണ്ടി. അദ്ദേഹം പറഞ്ഞു, വിഷമിക്കേണ്ട, എൻ്റെ കൂടെ വാ.
അദ്ദേഹം എൻ്റെ ഒപ്പം ഓടി. പല ലിഫ്റ്റുകൾ മാറി മാറി കയറി ആ സ്ഥലത്ത് ചെന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെ അതുപോലെ ഞാൻ ഓടി. ഫ്ലൈറ്റ് പോയല്ലോ, എൻ്റെ ഫ്ലൈറ്റും ലഗേജൊക്കെ കൊച്ചിയിലോട്ട് പോയി കാണും. ചിന്തിച്ച് വിഷമിച്ച് നിൽക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, താങ്കളുടെ മൊബൈലല്ലേ, നമ്പർ അടിക്കാൻ പറഞ്ഞു. നമ്പറും മറന്നുപോയി. ഞാൻ വേറെ എന്തൊക്കെയാണ് അടിക്കുന്നത്. മൂന്നാമത്തെ പ്രാവശ്യം നമ്പർ ഓർമ്മ വന്നു. ഉടനെ ഞാൻ അടിച്ചു. അത് തുറന്നു, തന്നുവിട്ടു. തിരിച്ചോടുകയാണ്. അറബി പറഞ്ഞു, വിഷമിക്കണ്ട. ഞാൻ പറഞ്ഞു അറബിയോട്, പേരെന്താ? അങ്ങനെ കടിച്ചപ്പെട്ടാത്തൊരു പേര് പറഞ്ഞു. തിരിച്ചോടുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു, താങ്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു ദൈവദാസനാണ്, നിങ്ങളുടെ ദൈവം അനുഗ്രഹിക്കട്ടെ. അദ്ദേഹം നന്ദിയും പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി. ഞാൻ തിരിച്ചു വരുമ്പോഴേക്ക് എല്ലാം കൂടി 3/4 മണിക്കൂർ കഴിഞ്ഞു. ഫ്ലൈറ്റ് പോകേണ്ട സമയം കഴിഞ്ഞ് 3/4 മണിക്കൂർ. ഞാനവിടെ ചെന്നപ്പോൾ എന്നെ കാത്ത് ആ ഗേറ്റിൻ്റെ അവിടെ ആൾക്കാർ നിൽക്കുകയാണ്. അവരെന്നെ കൈയടിച്ച് ഓടി വരാൻ പറഞ്ഞു. ഞാൻ ടിക്കറ്റ് കൊടുത്തു, ഓടിക്കോളാൻ പറഞ്ഞു. ഫ്ലൈറ്റിൽ കയറി. ഞാൻ കയറിക്കഴിഞ്ഞപ്പോൾ ഗേറ്റ് അടച്ചു, ഫ്ലൈറ്റിൻ്റെ ഡോർ അടച്ചു. എത്ര വലിയൊരു അത്ഭുതം! ഞാൻ കണ്ടതിൽ വെച്ച് അത്ഭുതങ്ങളിൽ വലിയൊരു അത്ഭുതമായി. അതേ ഫ്ലൈറ്റിൽ കയറി കൊച്ചിയിൽ വരാനിടയായി. ദൈവം എത്ര വിശ്വസ്തൻ! ഒരാൾക്ക് വേണ്ടി കരുതുന്ന ദൈവം. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ട്. എവിടെ പോയാൽ ദൈവമക്കൾ ധൈര്യപ്പെടണം. അറബികൾക്ക് ശരിക്കും ഇംഗ്ലീഷ് പോലും അറിയില്ല, എന്നിട്ടും അവരെന്നെ ഹെൽപ്പ് ചെയ്തു. കർത്താവിൻ്റെ മക്കളെ, കരുണയില്ലാത്തവർക്ക് കരുണ ലഭിക്കും. കർത്താവ് കൂടെയുണ്ടെങ്കിൽ എല്ലാം അത്ഭുതമായി മാറും. യേശു കൂടെയുണ്ടെങ്കിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. യേശുവേ, വലിയ അത്ഭുതങ്ങൾ ഈ മക്കൾക്ക് നടക്കട്ടെ, വലിയ അതിശയങ്ങൾ ഈ മക്കൾക്ക് നടക്കട്ടെ. ഇവരുടെ ജീവിതത്തിൽ വലിയ ദൈവപ്രവർത്തികൾ കാണട്ടെ. ഇന്നുവരെ കാണാത്ത മഹാത്ഭുതങ്ങൾക്ക് വേണ്ടി അങ്ങ് ഇവരോട് കൂടെ ഇരിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞല്ലോ. ഇന്നു മുതൽ അവരുടെ വീടുകളിൽ അതിശയങ്ങൾ നടക്കട്ടെ. കുഞ്ഞുങ്ങളെക്കുറിച്ച്, കുടുംബജീവിതത്തെക്കുറിച്ച്, സ്വത്തിനെക്കുറിച്ച്, ജോലിയെക്കുറിച്ച്, ഭാവിയെക്കുറിച്ച് ഭാരപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. വിശ്വാസത്തിന് ശക്തിയുണ്ട്. വിശ്വാസം അത്ഭുതം കൊണ്ടുവരും. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ധൈര്യപ്പെടുക. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. പ്രത്യേകിച്ച് കാനഡയിൽ ഈ ആഴ്ചയും ഞാൻ മീറ്റിങ്ങിലാണ്. കർത്താവിൻ്റെ വലിയ കരം കാണാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലെസ് യു. നിത്യത